യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി. ആക്രമണം തുടർന്നാൽ അമേരിക്കയുടെ പക്കലുള്ള ആയുധശേഖരങ്ങൾ കാലിയാവും. ഗോളടിക്കൂ, ഫുട്ബോൾ സമ്മാനമായി നേടൂ. LED ടിവികൾക്ക് 70% വരെ ഡിസ്കൗണ്ട്. ആഘോഷിക്കൂ ഈ ഫുട്ബോൾ വേൾഡ് കപ്പ് ഗോപുനന്ദിലെ ജിമാർട്ടിനൊപ്പം. ഭാവിയിലെ സുരക്ഷാ വെല്ലുവിളികളെ നേരിടാനുള്ള അമേരിക്കൻ ശേഷിയെ ഇത് ദോഷകരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ അമേരിക്ക വിജയിച്ചു നിൽക്കുകയാണെന്ന് അവകാശപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ തിരിച്ചടിയും അമേരിക്കയ്ക്ക് തന്നെയാണ്. ആക്രമണം തുടർന്നാൽ അമേരിക്കയുടെ പക്കലുള്ള ആയുധശേഖരങ്ങൾ കാലിയാകുമെന്ന് പ്രതിരോധ വിദഗ്ധരെ ഉദ്ധരിച്ച് US ചാനലായ CNN ആണ് റിപ്പോർട്ട് ചെയ്തത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പേരിട്ട ഇറാൻ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ മാത്രം ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യമായി തകർക്കാൻ ശേഷിയുള്ള ആയിരക്കണക്കിന് മിസൈലുകളാണ് US സൈന്യത്തിന് ഉപയോഗിക്കേണ്ടി വന്നത്. താൽക്കാലിക വെടിനിർത്തലോടെ കഴിഞ്ഞ ഏപ്രിൽ യുദ്ധം അവസാനിപ്പിക്കുമ്പോഴും US-ന്റെ പക്കലുണ്ടായിരുന്ന മിസൈലുകൾ ഏറെ ഉപയോഗിച്ചു കഴിഞ്ഞിരുന്നു. താഡ് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പകുതിയും US പ്രയോഗിച്ചു കഴിഞ്ഞു. പാട്രിയറ്റ് എയർ ഡിഫൻസ് മിസൈലുകളുടെ പകുതിയോളവും ടോമാഹോക്ക് ലാൻഡ് അറ്റാക്ക് മിസൈലുകളുടെ 30% അമേരിക്ക ഉപയോഗിച്ചതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ പ്രതിമാസം 15 ടോമാഹോക്ക് മിസൈലുകളും 20 പാട്രിയറ്റ് മിസൈലുകളുമാണ് അമേരിക്ക പുതുതായി നിർമ്മിക്കുന്നത്. യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന അവസ്ഥയിലേക്ക് ആയുധശേഖരം എത്തിക്കാൻ ചുരുങ്ങിയത് 3 വർഷമെങ്കിലും എടുക്കുമെന്നാണ് തിങ്ക് ടാങ്കായ CSIS വ്യക്തമാക്കുന്നത്. മറ്റു ചില പ്രതിരോധ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ US ആയുധശേഖരം പഴയപടി എത്തിക്കാൻ 5 വർഷം വരെ സമയമെടുക്കും. മിസൈലുകൾ നിർമ്മിക്കാനുള്ള ഭരണപരമായ നൂലാമാലകൾ ഒഴിവാക്കാൻ ട്രംപ് പ്രതിരോധ ഉൽപാദന നിയമം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഫലപ്രദമാവാൻ സമയമെടുക്കും. ജർമ്മനിക്കും യുക്രൈനും പാട്രിയറ്റ് മിസൈലുകൾ സ്വന്തമായി നിർമ്മിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ആ ഫാക്ടറികൾ സജ്ജമാക്കാൻ വർഷങ്ങൾ വേണ്ടിവരും. ഇറാനുമായുള്ള യുദ്ധം നീണ്ടുപോവുകയും മിസൈൽ ശേഖരം ഇനിയും കുറയുകയും ചെയ്താൽ ഇൻഡോ പസഫിക് മേഖലയിൽ US-ന് അത് ക്ഷീണമാകും. അങ്ങനെ വന്നാൽ ചൈനയിൽ നിന്നുള്ള ഭീഷണിയെ ചെറുക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കാതെ വരുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. അമേരിക്ക കൊറിയയുമായി യുദ്ധമുണ്ടായാലും പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് വൻതോതിൽ മിസൈലുകൾ ആവശ്യമായി വരും. എന്നാൽ അമേരിക്കൻ സൈന്യം ലോകത്തെ ഏറ്റവും ശക്തമാണെന്നും പ്രസിഡന്റ് ആവശ്യപ്പെടുന്ന ഏത് സമയവും എവിടെയും പോരാടാൻ സൈന്യം സജ്ജമാണെന്നും പെന്റഗൺ വക്താവ് സീൻ പാർനെൽ അറിയിച്ചു. ആയുധക്ഷാമം അമേരിക്കയുടെ ശേഷി ഇതുവരെ ബാധിച്ചിട്ടില്ലെന്നാണ് ബ്രൂക്കിംഗ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരായ മൈക്കൽ ഓഹംലോൺ അഭിപ്രായപ്പെടുന്നത്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ അമേരിക്ക സൈനിക ഇടപെടൽ തുടർന്നാൽ ആഗോള എണ്ണവാതക വിതരണം പൂർണ്ണമായും തടസ്സപ്പെടുമെന്നാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ മുന്നറിയിപ്പ്. ആഗോള ഊർജ്ജ വിപണിയെ ആശ്രയിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇത് സാരമായി ബാധിക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ ശക്തമായ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായതിന് പിന്നാലെയാണ് ഇറാൻ പുതിയ മുന്നറിയിപ്പ്. ലോകത്തിലെ ആകെ എണ്ണ വ്യാപാരത്തിന്റെ 1/5 കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ നാവികർ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച ചരക്കു കപ്പലുകൾക്ക് നേരെ ഇതിനകം തന്നെ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മേഖലയിലെ US ഇടപെടൽ അവസാനിച്ചാൽ മാത്രമേ കപ്പൽ ഗതാഗതം സാധാരണ നിലയിലാകൂ എന്നും അല്ലാത്ത പക്ഷം ആഗോള ഊർജ്ജ വിപണിയിൽ വൻ പ്രതിസന്ധി ഉണ്ടാകുമെന്നും ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.